നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റിയും ഹെൽത്തിയും ഈസിയുമായിട്ടുള്ള ഒരു സൂപ്പർ നോമ്പുതുറ വിഭവമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ്. 2 കുക്കുംബർ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതിയുണ്ട്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നല്ല എരിവ് കുറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും വലിയ പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ നമുക്കിനി വേണ്ടത് ഈ കുക്കുംബറൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഇത് രണ്ടും ഞാനൊന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പീലർ ഇതാണ്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. നല്ലൊരു പീലറാണ്, വളരെ പെട്ടെന്ന് നമുക്കിത് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇതേ കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്കിത് പീൽ ചെയ്യാം. നല്ല മൂർച്ചയുള്ളൊരു പീലറാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കണം. കുക്കുംബർ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് തീരെ പൊടിയായി കട്ട് ചെയ്യരുത്, ഒരല്പം കൂടി ചെറുതാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിതാ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. കുക്കുംബർ മുഴുവനായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സവോള കട്ട് ചെയ്യുമ്പോൾ കുക്കുംബറിൻ്റെ അത്ര വലിപ്പം വേണ്ട, ഒരല്പം കൂടി ചെറുതാക്കാം. എന്നാൽ തീരെ പൊടിയാക്കി നമ്മളതായത് തോരനൊക്കെ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വേണ്ട, ഒരല്പം വലുതായിട്ട് വേണം. ഇനി പച്ചമുളക് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. തീരെ പൊടിയാക്കണ്ട. തീരെ പൊടിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിവ് ഓവറായിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറ്റാനായിട്ട് പറ്റില്ല. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത്ര വലിപ്പത്തിലാണെങ്കിൽ ഇതൊന്ന് മാറ്റിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ താഴെ മതി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഉപ്പാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പിങ്ക് സോൾട്ടാണ്. ഈ ഒരു വിഭവത്തിന് പിങ്ക് സോൾട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി വേണ്ടത് ഒറിഗാനോയാണ്. ഈ ഒറിഗാനോയുടെ ലിങ്കും ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഒരു 1/4 സ്പൂൺ താഴെ ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ ഇതിന് കിട്ടുന്നത്. ഇനി വേണ്ടത് ഒരല്പം മല്ലിയില കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ ചില്ലി ഫ്ലേക്സ്, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കണം നിർബന്ധമായിട്ട്. ഇതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ ചില്ലി ഫ്ലേക്സിന് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർക്കുക. ഒരുപാട് എരിവ് നമുക്ക് വേണ്ട ഇതിന്, എങ്കിലും ഒരല്പം എരിവ് വേണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് യോഗട്ടാണ്. ഗ്രീക്ക് യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഫ്ലേവറുള്ള യോഗട്ട് ചേർക്കരുത്, ഇതെടുക്കണം, ഗ്രീക്ക് യോഗട്ട്. ഇതൊരു കപ്പോളം ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളി ഒരു നോമ്പുതുറ വിഭവമാണ് കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഹെവി സ്നാക്സൊക്കെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ഹെൽത്തിയാണ്. നമ്മുടെ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറുന്ന ഒരു വിഭവമാണിത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരാണ്. ഈ നാരങ്ങ നീരൂടൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് കേട്ടോ ഇത്. കുട്ടികൾ പോലും ഇഷ്ടപ്പെടുന്നു. തയ്യാറാക്കാനായിട്ടും കുട്ടികൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്, ഉപ്പും പുളിയുമൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. എന്നാൽ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമുക്ക് വയറ് നിറച്ച് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി വിഭവം തന്നെയാണിത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇനി നമുക്ക് ഈ സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരല്പം ഒറിഗാനോ കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം മതി. അതുപോലെ തന്നെ ഒരല്പം ചില്ലി ഫ്ലേക്സ് കൂടെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഒരല്പം മല്ലിയില കൂടി, മല്ലിയില വളരെ കുറച്ച് മാത്രം മതി.
ഇതൊക്കെ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണിത്. നമുക്ക് കഴിക്കാനായിട്ട് അതിപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഇതുപോലെ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിടിലം വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയും വരാം. താങ്ക് യു.